കഥ ആരംഭിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ട് താൻ വിശ്രമിക്കുന്ന അരീഷ്, അവിടെ നിന്ന് വിശ്രമിക്കുന്ന അരീഷ് എന്ന് പറയുന്ന ആ ഖൈമയുടെ കവാടത്തിൽ വരും. ധർമ്മസമരം നടക്കുന്ന ആ രണഭൂമിയിലേക്ക് നോക്കും. ശാന്തിയില്ല. സ്വഹാബത്ത് ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. കാരണം നമുക്കൊക്കെ അറിയാം, ഇവിടെ കൈവശം ഉണ്ടായിരുന്ന ആകെ എന്താണ്? അതെന്തായാലും നമ്മൾ പറഞ്ഞല്ലോ, ഒരു കൗലിൽ ആരണ്ടും അതിൽ മേക്കും നബി പൂണ്ട് അവരിലെ അടവസയോ പേട്ടുണ്ട് അരിമാഹും. ഇതാണ് അവരൊക്കെ ആകളുടെ മുതല്. ഇതാണ് സ്വഹാബത്തിന്റെ കൈവശമുള്ള കൈമുതലതാ. പക്ഷെ ലാഹിറിൽ പ്രതിഷത്തിലതാണെങ്കിലും നേരത്തെ പറഞ്ഞ വാൻതുമുൽ ഔലൗനയും കുന്നുമുമീൻ എന്ന് പറഞ്ഞ ആ പൊട്ടാത്ത വളയാത്ത ആർക്കും തകർക്കാൻ കഴിയാത്ത വൻ ആയുധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറുഭാഗത്ത് 950 വരുന്ന സർവ്വജൈബുഷരായിരിക്കുന്ന 18 ആയുധധാരികളായിരിക്കുന്ന ശത്രുക്കളെ ഒരു പുല്ല് പോലും വില കൽപ്പിക്കാതെ അവരിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് സ്വഹാബത്ത് ഒരു ജീവൻ മരണ പോരാട്ടം, ഒന്നുകിൽ ഞങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ ആൺകുട്ടികൾ പോലെ അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന ജീവൻ, അള്ളാഹു തന്ന എല്ലാം അവന് വേണ്ടി ഇവിടെ വലിയെടുക്കുക എന്ന ഉറച്ച ദൃഢതയോടുകൂടി ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമുകൾ അങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട് അടർക്കടത്തിലേക്ക് നീങ്ങിയപ്പോ ശത്രുക്കളാകപ്പാട് അമ്പരന്ന് മാത്രമല്ല, ഹബീബായ നബിതങ്ങൾ ഈ ഇടയ്ക്കിടെ വന്നു നോക്കുന്ന ആ ഭാഗം ബഹുമാനപ്പെട്ട വൈദ്യർ നേരത്തെ പറഞ്ഞു വെച്ചൊരു വരി, കാനത്തുൽ പൂലി അബ്ബാസുടെ ചെമ്മൽ വിശേഷിച്ചും കാലാഫോർ ബദർ നാളിൽ സഹാബാറെല്ലാം മെയ്യെ കായം തൊട്ടാവഷ്കാഭിട്ടികൾ ചെയ്തോരായി. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ബദർ നാളിൽ സഹാബാറെല്ലാം കായം തൊട്ട് അവസ്കാ വിട്ട്, അതായത് കയ്യും മെയ്യും പറഞ്ഞ് ജീവനെ പേടിയില്ലാതെ, അങ്ങനെ ഒരു ചിന്തയെ അവർക്കില്ല എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള അങ്ങനത്തെ ഒരു ഭയാശങ്കയുമില്ലാതെ എല്ലാം റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നും പറഞ്ഞുകൊണ്ട് ആ സഹാബത്തെ കിറാമുകൾ ശത്രു മധ്യത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഒരു കൂട്ട പോരാട്ടം കൂടെ നടത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് അവിടെ സംബന്ധിച്ചത് എന്നാണ് അടുത്ത ശൈലിയിൽ ബഹുമാനപ്പെട്ട വൈദ്യര് വളരെ ഭംഗിയായി കൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. സമയം ചെണ്ടകൾ തകുണിതം അതു ചെവിപ്പെടയും കണ്ടിടക്കുറ പൗസുകൾ പരിച്ചൊടിയും ഉണ്ടവറുകളിൽ പല തലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിൽ ഉണ്ടേ തേർന്നിങ്ങടുത്തപ്പൽ ഷുജാഅത്ത് മഷ്ഹൂറ ധീരൻ സൂറാക്കത്ത് ഇബ്നു മാലിക്കാം അവൻ താൻ തിരുടനം ജഹലുടെ കരമൈ പിടിത്ത് കിരിമുഖനോട് കരിമുഖലൊത്ത് പൊരുതലിൻ ഹർബിനു നിന്നഭൂമി വെത്ത് ചേനൈ കാനിന്തേ പടിത്തോടുന്നേ ാരികൾ വീണ ചെയ്യും ശതീതാലേ ചേടക്കോഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിതം അതു ചെവിപ്പടയും കണ്ടിടை കുറെ പൗസുകൾ വരെ ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്പേ ഓരോ തോര ആദിയിലുണ്ടേ കൂർന്നീട്ടുമൈ പിന്താൻ പുറപ്പെട്ടതാമെ കോട്ടം വരാതുങ്കൾ ഹസാറാളുണ്ട് അവർകൾ കുറേ സലാസമിഅത്തിനകത്ത് മരുവർ ഉള്ളും പരികളലാത്ത് പറവതിനില്ലവെ അവരിൽ മടുത്ത് കോടൂൽ അപമാന ചുരുതിപ്പോമോ.
പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട ഭാഗം, സഹാബത്തെ കിറാമുകൾ ചേർന്നിട്ട് അരികൽകൾ വിന ചെയ്യും ചെയ്താലേ ശത്രുമധ്യത്തിലേക്ക് ഇരച്ചു കയറിയ സഹാബത്ത് കയ്യും നെയ്യും മറന്ന ഒരു ധർമ്മ സമരം അവിടെ അഴിച്ചുവിടുകയാണ്. ഈ സമയത്ത് ചേടക്കൊബിർബിന്ദാൻ പുറപ്പെട്ടുള്ള സഹാബത്തിന്റെ ആക്രമണം സഹിക്കാൻ കഴിയാതെ ബദറും വേണ്ട, മുഹമ്മദും വേണ്ട, ജീവൻ മതിയ സിന്ദാബാദ്, ഓടാ ഓട്ടം, ഓടാൻ വേണ്ടി ഇങ്ങനെ തുണിങ്ങനെ മടക്കി കുത്തി ഇങ്ങനെ തയ്യാറെടുക്കുമ്പോഴല്ലേ ആയി വാ. ആ സമയത്ത് എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയുമോ? അതാ നല്ല യോഗ്യനായ ശക്തനായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കോടുകൂടെ വലിയൊരു വൻപട ആ ബദർ പോർക്കളത്തിലേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്തു വരികയാണ്. തേർന്തിങ്കാടുത്തപ്പൾ ശൗജാഅത്ത് മശ്ഹൂറാം ധീരൻ സൗറാഖത്ത് ഇബ്നു മാലിക്കാം. അവൻ തൻ തിരുടനം ജഹലുടെ കരമി പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ ലഴിനൊത്ത് പൊരുതലിനറുബിനു നിരവുമൈ ബെത്ത് കൊടുൽ ആപമാന ചോരോതി പോമോ. പ്രിയപ്പെട്ടവർ, വളരെ സെറ്റപ്പോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കോടുകൂടെ ഒരു വൻപട വ്യത്യസ്ത വർണ്ണങ്ങളുള്ള കൊടികൾ താങ്ങിക്കൊണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആ താളമേളങ്ങളോടുകൂടി ബാൻഡ് വാദ്യങ്ങളോടുകൂടി പോർക്കളത്തിലേക്ക് ഇങ്ങനെ റൂട്ട് മാർച്ച് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ചെണ്ടകൾ തകുണിത മധുചെവി പടയും. ആ ചെണ്ടകനെ നമ്മുടെ പങ്ങടെ തങ്ങടെ തൊടിയിലെ തെങ്ങിന് തേങ്ങടെ തൊണ്ടെവിടെ എന്തുണ്ടവിടെ തകുടുണ്ടവിടെ തൊണ്ടട് തൊടിലട് തൊണ്ടട് തൊടിലട് തൊണ്ടട് തൊടിലട് നമ്മുടെ മുറ്റത്തെ തെങ്ങിന് തേങ്ങ നമ്മക്കും നമ്മുടെ മക്കൾക്കും 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 മക്കളുടെ മക്കൾക്കും 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 എന്തുണ്ടവിടെ തകുടുണ്ടവിടെ തൊണ്ടട് തൊള്ളട് തൊണ്ടട് തൊള്ളട് തൊണ്ടട് തൊള്ളട് തൊണ്ടട് തൊള്ളട് തൊണ്ടട് തൊള്ളട് നമ്മുടെ മുറ്റത്തെ തെങ്ങിന് തേങ്ങ നമ്മക്കും നമ്മുടെ മക്കൾക്കും 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 മക്കളുടെ മക്കൾക്കും 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 ആകെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ചെണ്ടകൾ തമുണിത മധുചെവികളും കൊട്ടിഘോഷിച്ചുകൊണ്ട് വിവിധങ്ങളായ താളമേളങ്ങളോടുകൂടി ബാൻഡ് വാദ്യങ്ങളോടുകൂടി ആ ഖൈബറും പരിസരവും പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കോടുകൂടെ ഒരു വൻ പടങ്ങനെ വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധമായിരിക്കുന്ന ഹൈമയുടെ ഭാഗത്ത് നിന്നിട്ട് എന്താണ് ഇപ്പൊ ഈ കൊട്ടുംകുറവി ആകപ്പാട് ബഹളം? ഇടയ്ക്കിടെ റസൂലുള്ളാഹി നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശബ്ദം ഇങ്ങനെ കേട്ടപ്പോ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് ശാന്തിയില്ല, സമാധാനമില്ല. ആ ഹൈമയുടെ കവാടത്തികൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അതാ വരുന്നു സുറാഖത്ത് ഇബ്നു മാലിക്കുൽ മുദ്ലിജി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ധീരനായ ഒക്കെ പ്രമാണികളോട് മറ്റൊരു പ്രമാണിയായിരിക്കുന്ന ആ സുറാഖത്തിന്റെ കീഴിൽ കൊടിക്കൂറക്കിൽ അണിനിരുന്നുകൊണ്ട് ഒരു വൻപട സർവായുധ സെറ്റപ്പോടുകൂടി ആ ബദർ പോർക്കളത്തിലേക്ക് ഇങ്ങനെ വരുന്ന രംഗം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകനെ കാണുകയാണ്. എന്നിട്ടോ ഈ വന്നിട്ട് എന്താ പാഹ്യം ചെയ്തെന്ന് അറിയുമോ? തിരുടനം ജഹലുടെ കരമി പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ ലഴിനൊത്ത് പൊരുതലിൻ അറുബിനു നിനവുമൈ ബെത്ത് ചേനയിക്കാനിന്തന്ത് പാടി തോണുന്നേ പാടി തോണുന്നേ. കള്ളനായ കുരുകുണത്തെ കണ്ട അബൂജഹലിന്റെ അവന്റെ മുഖത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, കരിമുഖൻ അഥവാ ആനയുടെ കലയുള്ള ഇമാന്റെ അസുരത്തിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല. കരിപടുച്ചുള്ളി മുഖമില്ലൊത്തുള്ള മത്തലമുണ്ട് എന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗം കറിക്കുന്നില്ല. ഏതായാലും ഇമാന്റെ അസറില്ലാത്ത ആ ആനയുടെ ചുളിവ് മൊത്തമുണ്ടായിരിക്കുന്ന വരിയുള്ള ആ മനുഷ്യന്റെ ആ മുഖം അതാ പഞ്ഞുടെ പേരുള്ള ആ കുഷ്ഠനായിരിക്കുന്ന ആ വന്നുകൊണ്ട് കൈപിടിക്കുക. ആരാ ആളെന്നറിയുമോ? എന്നിട്ട് പറയുന്നത് അറിയോ? ഇവരോട് ചോദിക്കാണ്, പൊരുതലിൻ ഹറിബിന് നിമയത്ത് ചേനൈ കനിന്റെ അല്ല അയാളെ ഇത്രക്ക് വലിയ സെറ്റപ്പോടുകൂടി കാടടക്കിക്കൊണ്ട് കുതുകുലത്തോടു വളരെ ആരവാരത്തോടുകൂടി ബാൻഡ് വാദ്യങ്ങളോടുകൂടി നർത്തകിമാരുടെ അകമ്പടിയോട് നിങ്ങൾ മക്കയിൽ നിന്ന് വലിയ വീരവാദം മുഴക്കി പരിശുദ്ധ കൈബാലങ്ങൾ പോയി പ്രാർത്ഥനയൊക്കെ നടത്തി ആകപ്പാടെ കാടലക്കി പോന്ന നിങ്ങൾ ഈ നക്കാപ്പിച്ചകളാകുന്ന മുഹമ്മദിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അനുയായികളോടും റളിയല്ലാഹു അൻഹും ഏറ്റുമുട്ടിക്കൊണ്ട് നിങ്ങളിപ്പോ തോറ്റോടുന്ന പരിപാടിയല്ലേ? തുണിക്ക മടക്കി കുത്തി പരനാരികളെ അന്തസ്സുണ്ടോ? നിങ്ങൾക്ക് അന്തസ്സുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ പറയാണ്, പറവതിനില്ലേ അവരും അടുത്ത് കൂടുതൽ അപമാനപ്പെടുത്തി പോമോ? ആയുധമില്ല, പടച്ചട്ടയില്ല, പടവാളില്ല, പടക്കുതിരയില്ല. മാത്രമല്ല അംഗസംഖ്യയാണെങ്കിലോ കുറേ സലാ സമയത്തിനകത്ത് കേവലം ജസ്റ്റ് 300 താഴെയുള്ള വെറും അലവലാദികൾ, വെറും നക്കാപ്പിച്ചകള്, വേണ്ട പോലെ ഭക്ഷണമില്ല, മറ്റുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ശാരീരികമായിരിക്കുന്ന കായികമായ ബലമില്ല, ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ടവരോട് നിങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ട് ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുക.
ശ്രമിക്കുകയാണല്ലേ. ഇത് വലിയൊരു നാണക്കേടാണ്. നിങ്ങൾക്കൊരു പക്ഷെ ഓടി രക്ഷപ്പെടാം. മുഹമ്മദ് വേണ്ട, ബദറും വേണ്ട, ജീവൻ മതിയ സിന്ദാബാദ് ഓടിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയി അഭയം പ്രാപിക്കാം. പക്ഷെ എന്നെ പോലെ ധീരന്മാരായ ആളുകൾ, എന്നെ പോലെ ആൺകുട്ടികൾക്ക് ഇവിടെ തലർത്തി നടക്കേണ്ടതുണ്ട്. ഇത് ഈ നാണക്കേട് ഒരു കാലത്ത് കഴുകിക്കളഞ്ഞാൽ പോകുമോ? ഇല്ല. ഇത് വലിയൊരു അപമാനക്കേടാണ്, ഒരു കാലത്തും തീരാത്ത. അതുകൊണ്ട് ആ നാണക്കേട് പോലും നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ തരാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തെന്ന് അറിയുമോ? നീന്ത് നടക്കുമോ അത് കണ്ടിട്ടേ പോതും നിങ്ങൾ കൂതക്കത്തിൻ ആണും തോരാമേ അണുവും നിലയില്ലാതാകുമത് പിടിക്കാമെ കെണിയിൽ ചലിയാതെ പൊരുതണം ഉമകളും പടയിൽ കലിയത്ത് പൗതിന് കലർത്തവരിടയിൽ നീരും കൂറൈഷണ്ണം പെരുപ്പിത്തോരാ. ഇവൻ വന്ന് അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, അതുകൊണ്ട് നിങ്ങൾ ഓടാൻ ശ്രമിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ഭാഗം കേട്ടെ, കഥ കഴിഞ്ഞതെല്ലാം മറക്കുക. ആൺകുട്ടികളെ പോലെ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കാതെ, ചാഞ്ചാട്ടമില്ലാതെ ചാഞ്ചല്യമില്ലാതെ ആൺകുട്ടികളെ പോലെ മുന്നോട്ട് കയറിക്കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മുഹമ്മദിനെയും അവന്റെ നക്കാപ്പിച്ചകളെയും തൂത്തുവാരിക്കൊണ്ട് ഇപ്പോഴൊന്ന് ശരിക്കും അവരെ കെട്ടിക്കണം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരിക്കലും പിന്നോട്ട് മാറാതെ മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് വെക്കാതെ ആൺകുട്ടികളെ